ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ആദത്തിന്റെയും ഹൗവയുടെയും കാര്യം കാണുന്നുണ്ട്. ആബേലിന്റെയും കായന്റെയും കാര്യം കാണുന്നുണ്ട്. പിന്നെ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആ ഒരു 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? അതായത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണോ, അതൊരു അവർ ഹിസ്റ്റോറിക്കലായിട്ട് നടന്ന കാര്യമാണോ, അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. ചോദിച്ച ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം തൊട്ടാണ് അബ്രാഹത്തിന്റെ വിളി നമ്മൾ കാണുന്നത്. അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തിലൂടെയാണ് സൂപ്പർ നാച്ചുറൽ റെവലേഷൻ, അതിസ്വാഭാവികമായിട്ട് ദൈവിക വെളിപാട് ഒരു ജനതയ്ക്ക് ലഭിക്കുന്നത്. ആ തങ്ങൾക്ക് ലഭിച്ച അതിസ്വാഭാവികമായ ദൈവിക വെളിപാടുകളെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ, ആ കാലഘട്ടത്തിലെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ലിറ്റററി സ്റ്റൈല്, ഇപ്പം മിത്തുകൾ ഉപയോഗിക്കുക എന്നത് ആ കാലഘട്ടത്തിലെ ഒരു ശൈലിയായിരുന്നു. എന്തിനാ? തങ്ങൾക്ക് പങ്കുവെക്കേണ്ട ആശയം കൈമാറാൻ വേണ്ടി മിത്തുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ലെജൻഡറി പ്രസന്റേഷൻസ് ഉപയോഗിക്കും. അത് ആ കാലഘട്ടത്തെ സാഹിത്യ ശൈലിയാണ്. അക്കാലഘട്ടത്തെ സമകാലിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ വിശുദ്ധ ബൈബിളിലും മിത്തുകളും ലെജൻഡറി പ്രസന്റേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 11 അധ്യായങ്ങളിൽ ആദ്യത്തെ 1ഉം 2ഉം അധ്യായത്തില് ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ക്രമപ്പെടുത്തുന്ന കാര്യം പറയുക. കാരണം എന്താ? ഇത് എഴുതുന്ന അല്ലെങ്കിൽ അതിസ്വാഭാവികമായ ദൈവിക വെളിപാട് ലഭിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ പശ്ചാത്തലത്തില് ഈ പ്രപഞ്ച ശക്തികളെയൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അഗ്നിയും വായുവും ഒന്നും ദൈവങ്ങളല്ലെന്നും അവയൊക്കെ സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി വിവരണം 1ഉം 2ഉം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ 1ഉം 2ഉം അധ്യായത്തിലെല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തുന്ന ഏകദൈവം, എല്ലാ ജനപദങ്ങളുടെയും സൃഷ്ടാവായിട്ട് ഏകദൈവം, മനുഷ്യകുലത്തിന്റെ സൃഷ്ടാവായ ഏകദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം 1ഉം 2ഉം അധ്യായത്തിൽ. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ തിന്മ വന്നത് എന്ന ചോദ്യം ഉത്തരം കൊടുക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. അതാണ് പിന്നീട് 3ആം അധ്യായം തൊട്ട് എല്ലാം ദൈവം ക്രമപ്പെടുത്തി ആ ക്രമപ്പെടുത്തിയത് അക്രമത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് പാപം വരുന്നത്. ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. അതുകൊണ്ടാണ് ആദ്യ പാപത്തെ എന്താണ്? ദൈവം പറഞ്ഞു ഇത് മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൽപ്പന. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയെ, ദൈവഹിതത്തെ തിരസ്കരിച്ചുകൊണ്ട് ദൈവമല്ലാത്തതിന്റെ വാക്ക് കേട്ടു പോകുന്ന മനുഷ്യകുലം, അതാണ് യഥാർത്ഥത്തിൽ പാപം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ തിരിച്ചറിയാതെ ദൈവമല്ലാത്തതിനെ ദൈവമാണെന്ന് കണ്ടുപോകുന്ന മനുഷ്യകുലമാണ്. അതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാതെ സർപ്പത്തിന്റെ വാക്കിന് ചെവി കൊടുക്കുന്നത്. ഈ സർപ്പത്തെ അവിടെ അവതരിപ്പിക്കാൻ കാരണം കാനാന്യരുടെ ഇടയിൽ സർപ്പവും ഒരു ദൈവസങ്കല്പമായിരുന്നു. അപ്പോൾ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യകുലം എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ പ്രകൃതി ശക്തികളെ ദൈവങ്ങളായിട്ട് ആരാധിച്ചു പോകുന്ന മനുഷ്യകുലത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ ദൈവ മനുഷ്യ ബന്ധം എപ്രകാരമായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ് 3 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ. അല്ലാതെ അതൊരു ചരിത്രത്തിന്റെ വിവരണമല്ല, അത് ദൈവശാസ്ത്രപരമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ദൈവമെല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ട് സൃഷ്ടിച്ചു. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ നിന്ന് അകന്ന് പാപത്തിൽ വീണുപോയി. അങ്ങനെ പാപത്തിൽ വീണുപോകുന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവം അവനുമായിട്ട് സംഭാഷണം നടത്തി അവന്റെ തെറ്റ് അവന് ബോധ്യപ്പെടുത്തുന്നു, തെറ്റിന് ശിക്ഷ കൊടുക്കുന്നു. ശിക്ഷ കൊടുത്താലും ഒരു ശിക്ഷണമാണ്, അവനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിലാണെങ്കിലും, കായേന്റെ പാപത്തിലാണെങ്കിലും, വെള്ളപ്പൊക്കത്തിന്റെ വിവരണത്തിലാണെങ്കിലും, ബാബേൽ ടവറിലാണെങ്കിലും, ഇതെല്ലാം കാണുന്ന ഒരേ ഒരു കാര്യമാണ്. പാപം ചെയ്യുന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവം അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവന്റെ തെറ്റ് ബോധ്യപ്പെടുത്തുന്നു, തെറ്റിന് ശിക്ഷ കൊടുത്ത് അവനെ ശിക്ഷണം നൽകി വീണ്ടും രക്ഷയുടെ മുദ്ര കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ആദിമാതാപിതാക്കന്മാർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കായേന് രക്ഷയുടെ മുദ്ര കൊടുക്കുന്നുണ്ട്, വെള്ളപ്പൊക്കത്തിന്റെ അവസരത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പേട്ടകമുണ്ട്. ബാബേൽ ഗോപുരത്തിൽ ജനതയെ ചിതറിച്ചതിന് ശേഷം, ബാബേൽ ഗോപുരത്തിന്റെ വിവരണത്തില് ജനതയെ ചിതറിച്ചതിന് ശേഷം രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് അബ്രാഹത്തെ വിളിച്ചെടുക്കുന്നത്. 12ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചിട്ട് മനുഷ്യകുലത്തിന് രക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെയാണ് അബ്രാഹത്തിലൂടെ രക്ഷാചരിത്രത്തിന്റെ വെളിപ്പെടുത്തൽ അതിന്റെ ഒരു പ്രത്യേകമായ ടേണിംഗ് പോയിന്റിലേക്ക് വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആശിഷേ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ട് അല്ലേ? അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രം കൊണ്ട് ചേർത്ത് വെച്ചതിനൊന്ന് വ്യാഖ്യാനിച്ചപ്പോ ഇത് ഈ പുസ്തകം ആരുടെ പുസ്തകമാണ്? ഇസ്രായേലിന്റെ പുസ്തകം. ഇസ്രായേൽ ജനതയുടെ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് പറയുക. അവരുടെ സൃഷ്ടി മനസ്സിലാക്കുന്നത് അവരെപ്പോഴാണ് മനസ്സിലാക്കുന്നത്? സാധാരണ
നമ്മൾ എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരുടെ ജീവിതാനുഭവമാണ് എന്റെ രചനയ്ക്ക് സാധിക്കുന്നത് അല്ലേ? അതായത് അവര് എപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇതിന് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കാണ്. അവരുടെ ബുദ്ധിമുട്ടിന്റെ നാളുകൾ എന്ന് പറയുന്നത് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഏത് ഭാഗമാണ്? എക്സൈൽ അല്ലെ, ബാബിലോൺ പ്രവാസമാണ് അവർക്ക് ബുദ്ധിമുട്ട്. കാരണം ആ ബുദ്ധിമുട്ടിന്റെ നാളുകളിൽ അവർ ചിന്തിക്കുക, ഞങ്ങളെ ആരാ സൃഷ്ടിച്ചത്? ഞങ്ങളുടെ സൃഷ്ടിയുടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചിന്ത വരിക. ഈ ചിന്തയിൽ നിന്നാണ് ഈ ക്രിയേഷൻ സ്റ്റോറി എല്ലാം കടന്നു വരുന്നത്. അതാണ് അതിന്റെ അവസാനം. അതുകൊണ്ടാണ് 6ാമത്തെ ദിവസം മനുഷ്യനെ കൊണ്ടാക്കുന്നത്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്നാ ക്രിസ്റ്റി? എന്നതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലെ? മനുഷ്യന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ബൈബിള് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ദൈവം തന്റെ ഛായയിൽ, അതായത് തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത് കേട്ടോ. അല്ലെ ഛായയിലും സാദൃശ്യത്തിലും ഒന്നല്ല, ഛായയിൽ അല്ലെ, അങ്ങനെയല്ലേ? അതായത് ബെത്സൽമോ കെദമൂത്തോ എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. പുതിയ പരിഷ്കരിച്ച ബൈബിളില് അങ്ങനെ തന്നെ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഛായയിൽ, അതായത് സാദൃശ്യം. ഇനി എന്താണ് മനുഷ്യന്റെ ധർമ്മം? മനുഷ്യന്റെ ധർമ്മം രണ്ടേ ധർമ്മമേ ഉള്ളൂ. അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ സ്ഥലത്തെ പരിപാലിക്കുക. ഷമറാഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. രണ്ടാമത്തത് അവന് സെർവ് ചെയ്യുക. അവാദ് എന്നുള്ള വാക്ക്. ഈ 2 വാക്കുകളാണ് പ്രധാനമായിട്ടും മനുഷ്യന്റെ ജീവിതത്തിന്റെ സാരാംശമായിട്ട്. ഇങ്ങനെ അവനായിരിക്കുന്ന തോട്ടത്തിൽ, വാഗ്ദാന ദേശത്ത് അവനെ പരിപാലിച്ച്, അവനത് പരിപാലിച്ച് എല്ലാ സൃഷ്ടവസ്തുക്കളെയും ദൈവത്തോട് ഒന്നിപ്പിച്ച് നിർത്തി ദൈവത്തോട് ചേർക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സാബത്ത് എന്ന് പറയുന്നത്. ആ സാബത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സാബത്തിൽ നിന്ന് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇവനെ കൊണ്ടുവന്ന് അർപ്പിക്കുക. ബൈബിളിലെ മുഴുവൻ കാണുന്ന ഒരു ഭാഗമാണ് സാബത്തിനെ കുറിച്ച് പറയുന്നത്. സാബത്ത് എന്ന് പറഞ്ഞാൽ ചുമ്മാ റെസ്റ്റ് എടുക്കുക അല്ലെ? ഒരു ദിവസം നമുക്ക് റെസ്റ്റ് കിട്ടി, അത് വിളിച്ച് കുഴമ്പൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കുളിച്ച് ഒക്കെ ഇരിക്കുക എന്നുള്ളതല്ല. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുക എന്നുള്ളതല്ല സാബത്ത്. സാബത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ എല്ലാവരെയും, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനതയെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാബത്ത്. അത് തന്നെയാണ് അബ്രഹാം ചെയ്യുന്നത്. ഒരു ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന് ബലി. മോശ ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം വാഗ്ദാന നാട്ടിൽ നിന്ന് കർത്താവിന്റെ ജനം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴത്തേനും വീണ്ടും ഒരു ജനതയെ, ജൂത എന്ന് പറയുന്ന ജനതയെ കർത്താവ് തെരഞ്ഞെടുത്ത് ആ ജൂത ജനതയിലൂടെ ബാക്കിയുള്ള എല്ലാ ജനതകളെയും വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് സാബത്ത്. ആ ഒരു തീമാണ് പ്രധാനമായിട്ടും ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട്. ഇതിനിടയിൽ ഒത്തിരി ദൈവശാസ്ത്രമുണ്ട്. നമ്മൾക്ക് അറിയാവുന്ന ദൈവം സൃഷ്ടിച്ചു, പാപം മൂലം ആ സൃഷ്ടി കർത്താവ് അൺക്രിയേറ്റ് ചെയ്യുക, അൺക്രിയേഷൻ നടത്തുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? അതായത് ഭൂമിയുടെ ഒരു ഫെർമമെന്റ് അല്ലെങ്കിൽ ഒരു വിധാനം ഉണ്ടാകും. വിധാനത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? മുകളിലത്തെ വെള്ളത്തെയും താഴത്തെ വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. അങ്ങനെയാണ് ഒരു വിധാനം ഉണ്ടാകുന്നത്. മുകളിലത്തെ വെള്ളത്തെ, ആകാശത്തിലുള്ള വെള്ളമൊന്നും താഴത്ത്. പക്ഷെ ഇവിടെ ഒരു ജലപ്രളയം ഉണ്ടാകുമ്പോഴത്തേനോ മുകളിലത്തെ വെള്ളവും താഴത്തെ വെള്ളവും കൂടെ ഒന്നിച്ചാവും. അതാണ് അൺക്രിയേഷൻ എന്ന് പറയുന്നത്. വീണ്ടും കർത്താവ് ഇതിനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? വീണ്ടും പഴയ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ്, ജനേസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം തന്റെ ആത്മാവിനെ ജലത്തിന് മീതെ കൊണ്ടുപോവുക. അന്നേരമാണ് വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ട് വന്നിരിക്കുന്നത്. ആ പുതിയ സൃഷ്ടി എങ്ങനെ ആയിരിക്കണം? വീണ്ടും സാപത്തിന്റെ അനുഭവം ഉണ്ടോ? നോഹയുടെ മക്കൾ ആ പെട്ടകത്തിൽ നിറങ്ങി വീണ്ടും സാപത്തിലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ ചെല്ലുന്നു, ദൈവവുമായിട്ടുള്ള ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ട് ദൈവശാസ്ത്രം. ഈ ദൈവശാസ്ത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത്. ഈശോയുടെ അടുത്ത് നോക്കിയേ, ഈശോയുടെ പ്രത്യേകത തന്നെ. ഈശോ എന്താ ചെയ്തത്? എല്ലാ ജനതകളെയും ഒന്നിച്ചു ചേർത്ത് പിതാവായ ദൈവത്തിന് മുമ്പിൽ കുരിശിന്റെ മരണത്തിലൂടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ആ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ പീഡാസനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവുമാണ് യാഥാർത്ഥ്യം. അത് വീണ്ടും സഭ തുടരുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥവും സഭയും തമ്മിലുള്ള പ്രത്യേകമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ സിറിയക്കച്ചൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ,
ബാബിലോണിയൻ അടിമത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. അതായത് ബാബിലോണിയൻ അടിമത്തം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലെ വലിയ ഒരു മുറിവ്. എന്താണ് മുറിവ്? തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവർ അടിമത്തത്തിൽ പോയത്. ഇങ്ങനെ അടിമത്തത്തിൽ പോയി ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ജനത അവിടെ നിന്ന് ഇതുവരെയും തങ്ങളെ നയിച്ച ദൈവത്തെക്കുറിച്ചും ആ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ച ആ ദൈവശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ ഒരു പക്വതയാർന്ന ദൈവശാസ്ത്രമായിട്ട് വരികയാണ്, പ്രത്യേകിച്ച് അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. അങ്ങനെ തിരിച്ചു വന്ന ആ ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബൈബിളിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ വിശ്വാസം അന്നേരം രൂപപ്പെടുത്തിയെടുത്തൊന്നല്ല. ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്ന വിശ്വാസം മോശയിലൂടെ നൽകപ്പെട്ട നിയമം അനുസരിച്ചൊക്കെ ഇസ്രായേൽ ജീവിച്ചു പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഒരു കാലത്ത് തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച് അകന്നുപോയി. അതിന്റെ ഫലമായിട്ട് ദൈവം കൊടുത്തൊരു ശിക്ഷണമാണ് ബാബിലോണിന്റെ അടിമത്തം. ആ അടിമത്തത്തിൽ കഴിയുന്ന അവസരത്തില് തങ്ങൾ കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക. ആ ദൈവവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് വരുന്ന തലമുറയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? അവരുടെ വിശ്വാസം അതുവരെയും ഉണ്ടായിരുന്ന വരമൊഴിയായിട്ടും വായുമൊഴിയുമായിട്ടുണ്ടായിരുന്ന ആ വിശ്വാസത്തെ ഒരു ഗ്രന്ഥമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ രൂപപ്പെടുത്തുമ്പോൾ ഒന്ന് ദൈവശാസ്ത്രം ഏത് കാലഘട്ടത്തെയാണ്? ഇത് എഴുതുന്ന കാലഘട്ടത്തിലെ ദൈവശാസ്ത്രമാണ്. ലിറ്ററേച്ചർ ഏത് കാലഘട്ടത്തെയാണ്? അത് എഴുതുന്ന കാലഘട്ടത്തിലെ സാഹിത്യ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഴുതുന്ന ഒരു പക്ഷേ ആ ആദ്യത്തെ കാലഘട്ടത്തെ കുറിച്ചാണെങ്കിലും ദൈവവുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ അവതരണങ്ങളിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിലൂടെ എന്ത് ദൈവശാസ്ത്രമാണ്? ദൈവശാസ്ത്രം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവ മനുഷ്യ ബന്ധത്തെ എപ്രകാരമാണ് അവതരിപ്പിച്ചു തരുന്നതെന്നാണ്. ഇപ്പം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, 7-ാം ദിവസം പൂർത്തിയായി. 7-ാം ദിവസം എന്തുകൊണ്ടാണ് 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? പൂർണ്ണതയുടെ അടയാളം. അപ്പം പൂർണ്ണത എന്തുകൊണ്ടാണ് 7 പൂർണ്ണതയുടെ അടയാളമായി മാറുന്നത്? ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അറിവില് 7 പൂർണ്ണതയുടെ അടയാളമാണ്. പിൽക്കാലത്ത് പറയും സൃഷ്ടി 7 ദിവസം കൊണ്ട് നടത്തിയത് കൊണ്ട് 7 പൂർണ്ണതയുടെ അടയാളമായി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അതല്ല. 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥകർത്താവ് എഴുതാൻ കാരണം അദ്ദേഹം എഴുതുന്ന പശ്ചാത്തലത്തിൽ 7 പൂർണ്ണതയുടെ അടയാളമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് ആ കാലഘട്ടത്തിലെ കലണ്ടർ എന്തായിരുന്നു? ലൂണാർ കലണ്ടറാണ്. നമ്മളിപ്പോൾ സോളാർ കലണ്ടറാണ്, സൂര്യനെ ബേസ് ചെയ്ത. അന്ന് ചന്ദ്രനെ ബേസ് ചെയ്ത. ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ 28 ദിവസമാണ്. 28 ദിവസം 14, അതിന് പകുതി വന്ന 14, 14ന്റെ പകുതി വന്ന 7. 7 ആണ് അതിന്റെ ഡിവൈഡ് വരുമ്പോൾ പെർഫെക്റ്റ് നമ്പർ. അത് കഴിഞ്ഞ് 3.5 ആകും. അപ്പൊ 7 ആണ് പെർഫെക്റ്റ് നമ്പർ. അതുകൊണ്ട് അവര് ഈ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞ് ദിവസങ്ങളെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 7 ആയി. അതുകൊണ്ട് ഒരാഴ്ചയിൽ 7 ദിവസമായി. 2 ആഴ്ച കൂടുമ്പോൾ അമാവാസിയും വരുന്നു. അങ്ങനെ ചന്ദ്രൻ 14 ദിവസം കൊണ്ടാണ് ചെറുതാകുന്നതും പിന്നെ 14 ദിവസം വലുതാകുന്നു. അപ്പൊ ആ ചന്ദ്രനെ നോക്കി ഡിവിഷൻ നടത്തിക്കൊണ്ടാണ്. അങ്ങനെ 7 പൂർണ്ണതയുടെ സംഖ്യ ആയതുകൊണ്ട് സൃഷ്ടിയെ വിവരണം അവതരിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? 7 ദിവസം കൊണ്ട് അവതരിപ്പിച്ചു. 3.5 അപ്പോൾ അത് അപൂർണതയാണ്. 3.5 എന്ന് പറയുന്നത് വേദനയുടെ കാലഘട്ടം. അതുകൊണ്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഈ 16, 17, 18 അധ്യായങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഏലിയാ പ്രവാചകൻ 3.5 വർഷത്തേക്കിന് ആകാശം പൊട്ടിയടക്കപ്പെടാൻ പോകുന്നു. വേദനയുടെ കാലഘട്ടമാണ് 3.5 എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമായിട്ടുള്ള പരിത്യജിക്കലല്ല. ഈ 3 കാലഘട്ടത്തെ സഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇവർക്കൊരു ശിക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ അപൂർണമായിട്ടുള്ളൊരു കാലഘട്ടത്തെ ഇത് പിന്നെ പ്രവാസത്തിലേക്ക് പറയുമ്പോഴും ആ ഒരു അപൂർണത കാണിക്കുന്നുണ്ട്. എല്ലാം ഈ അപൂർണത എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമാണ്. ശിക്ഷണം. പഴയ നിയമത്തില് നമ്മൾ ഒരിക്കലും ശിക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു വിശുദ്ധകാരനെ മനസ്സിലാക്കുകയാണെങ്കിൽ ശിക്ഷ എന്ന വാക്ക് അത് നാശത്തിന്റെ വാക്കാണ്. ദൈവം ഒരിക്കലും തിന്മയെ ശിക്ഷിക്കുന്നുണ്ട്. എന്തോ ശിക്ഷണം നൽകുക കർത്താവിന്. ആ ശിക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ആ ശിക്ഷണത്തിലൂടെ ഒരു പുതിയ സമൂഹത്തിലേക്ക് ഒരു പുതിയ ജനത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ശിക്ഷണം കൊടുക്കുന്നത്. അത് ബൈബിളിന്റെ ആരംഭം മുതൽ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ 20, 21, 22 വാക്യങ്ങൾ. എൻ്റെ തന്നെ ഉള്ളതെന്നറിയാവും. ആദത്തെ ഹവ്വായും കർത്താവിനെ എടുത്തു തുണി ഉടുപ്പിച്ചു, അല്ലേ? തോലുകൊണ്ട് തുണി ഉടുപ്പിച്ചു. കെത്തനോത്ത് ഓറ എന്നാണ് വാക്കിന്റെ അർത്ഥം. തോലുകൊണ്ട് തുണി ഉടുപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ മർത്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മർത്യതയിൽ നിന്ന് അവൻ അമർത്യതയിലേക്ക് വരണം.
അവനെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ബൈബിളിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അവനെ ബോധ്യപ്പെടുത്തുക, നീ മർത്യനാണ്, അതുകൊണ്ട് അമർത്യത്തിലേക്ക് നീ വരണം. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കായന്റെ നെറ്റിയിലൊരു അടയാളം കൊടുക്കുന്നു അല്ലെ. കാണുന്നവരെല്ലാം ഇതിനെ കൊഞ്ഞനം കാണിക്കുന്നു, പോക്കറി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഒരു അടയാളം കൊടുക്കുന്നു. ആ അടയാളം എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും അവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ തിരിച്ചുവരവ് എപ്പോഴാണ് കടന്നത്? ഈശോ മിശിഹായുടെ അനുഭവത്തിലും പിന്നെ പീഡാനുഭവം വന്നു ഉത്ഥാന യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഒരു ജനത തിരിച്ചു വരുന്നത് അല്ലേ. ആ തിരിച്ചുവരവാണ് പ്രധാനമായിട്ട്. ഇതാണ് ബൈബിളിനെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒറ്റ ഭാഗമായിട്ട് കാണരുത്, അതിന്റെ സമഗ്രതയെ കാണണം. വിശുദ്ധ ഗ്രന്ഥത്തെ ഹോളിസ്റ്റിക് ആയിട്ട് കാണണം. സമഗ്രതയെ കാണുമ്പോഴേ പ്രത്യേകിച്ച് ബൈബിളിന് ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കേണ്ടത് ഈശോയിൽ എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു, ആ ഒരു കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാം. ഈ 11 അധ്യായങ്ങളില് ദൈവശാസ്ത്രമാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടത് എന്ന് കരുതേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം കൂടി എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പം 6 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളില് വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള വിവരണം. അപ്പോൾ ചിലപ്പോൾ വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള വിവരണം അതൊരു കഥ അവതരണമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആളുകൾക്ക് തോന്നും ഇത് കഥയാണോ, ചരിത്രമല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത ജീവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ധാരാളം വെള്ളപ്പൊക്ക അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്ക അനുഭവങ്ങളൊക്കെ ദൈവത്തിന്റെ ശിക്ഷണമായിട്ടും അവർ കണ്ടിരുന്നു. അപ്പോൾ അവർ തെറ്റിന് ശിക്ഷ കൊടുത്തിരുന്നു. ആ ഒരു പശ്ചാത്തലം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദൈവമനുഷ്യ ബന്ധത്തെ അവതരിപ്പിക്കുന്ന തിന്മ ചെയ്യുന്നതിനെ നശിപ്പിക്കുന്ന, അല്ലെ തിന്മയെ നശിപ്പിക്കുന്നവനാണ് ദൈവം. തിന്മയെ നശിപ്പിക്കുമ്പോഴും നന്മയെ പരിരക്ഷിക്കുന്നതിനാണ് ദൈവം. ഇതാണ് ദൈവശാസ്ത്രം. ഈ ദൈവശാസ്ത്രം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ അനുഭവത്തിലുള്ള വെള്ളപ്പൊക്കത്തിന്റെ ഒരു വിവരണം കൊണ്ടെടുക്കുക. അത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ വെള്ളപ്പൊക്കത്തിന്റെ വിവരണം പല വിധത്തിൽ അവതരിപ്പിച്ചിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ 2 വിവരണങ്ങളുടെ ഒരു സമന്വയം കാണാൻ സാധിക്കും. കാരണം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവം നോഹയോട് പറയുന്നു പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നു. അപ്പം ദൈവമാണ് പറയുന്നത്, നോഹ ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും 2 എണ്ണത്തിനെ വെച്ച് കയറ്റുക, ഓരോ ജോഡി വെച്ച് പെട്ടകത്തിൽ കയറ്റാണ് പറയുന്നത്. അതേസമയം തൊട്ടടുത്ത് 7-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കർത്താവ് നോഹയോട് പറയുന്നു. അവിടെ പറയുന്നു 7 ജോഡി ജീവജാലങ്ങളെ വെച്ച് കയറ്റാൻ പറയും. അപ്പൊ ഇത് എത്രയാണെങ്കിലും 2 ആണെങ്കിലും 7 ആണെങ്കിലും വിശുദ്ധ ഗ്രന്ഥകർത്താവിന്റെ മുമ്പിൽ ഈ ഒരു വായ്മൊഴിയായിട്ട് നിലനിന്നിരുന്ന കഥകൾ ഉണ്ടായിരുന്നു. എന്ത്? തിന്മയെ നശിപ്പിക്കുമെന്ന്, അല്ലെങ്കിൽ തിന്മ പെരുകുമ്പോൾ ദൈവം ഇടപെടുമെന്നും തിന്മയെ ഇല്ലെന്നാക്കുമെന്നും നന്മയെ പരിരക്ഷിക്കുമെന്നും ഈ ഒരു ദൈവശാസ്ത്രം ജനത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന കാര്യം ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു അവതരണവും അതിനകത്ത് 2 ജോഡി വെച്ച് പെട്ടകത്തിൽ കയറ്റാൻ പറയുന്നു. അവിടെ ഏലോഹിസ്റ്റിക് പാരമ്പര്യത്തിലായതുകൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞെന്ന് പറയുന്നു. അതേസമയം മറ്റൊരു ഭാഗത്ത് നിലനിന്നിരുന്നൊരു അവതരണമായിരുന്നു ഈ 2 എന്നുള്ളത്. അത് കർത്താവ് യാഹ്വേസ്റ്റിക് പാരമ്പര്യത്തിലാണ്. അപ്പം കർത്താവ് പ്രവർത്തിച്ച് കർത്താവ് നോക്കിയാണ്. അതുകൊണ്ട് ഇവിടെ 2 ആണോ 7 ആണോ എന്നുള്ളതല്ല. ദൈവശാസ്ത്രം എന്താണ്? ദൈവ മനുഷ്യബന്ധം. തിന്മ പെരുകുമ്പോൾ ദൈവം ഇടപെടും, തിന്മയെ ദൈവം ഇല്ലെന്നാക്കും, നന്മയെ പരിരക്ഷിക്കും. അങ്ങനെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടു. കഴിഞ്ഞ കുറച്ചു മുമ്പ് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നു, നന്മയെ ഉയർത്തുന്നു. വളരെ പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം ഈ ജലപ്രളയത്തിന്റെ കഥയിൽ നിന്ന് കിട്ടാൻ പറ്റും. ആശിഷേ, ഈ വെള്ളം അങ്ങ് വരെ പൊങ്ങിയെന്ന് പറഞ്ഞില്ലേ, മലയുടെ മുകളിൽ വരെ. എന്തിനാ വെള്ളം മലയുടെ മുകളിൽ പൊങ്ങിയത്? ഭൂമുഖത്തുള്ള എല്ലാത്തിനെയും നശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിൽ പണ്ട് കാലങ്ങളിൽ വിഗ്രഹാരാധനയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന മലയുടെ മുകളിൽ അല്ലേ, ആ മലയുടെ മുകളിൽ വരെ വെള്ളം പൊങ്ങിയെന്ന് പറയുമ്പോൾ തിന്മയെ അത്രമാത്രം നശിപ്പിച്ചു. അതായത് ഇവിടെ കാണുന്ന ഹെസക്കിയയുടെ കാലഘട്ടത്തിൽ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, ഹെസക്കിയയുടെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ജോസിയയുടെ കാലഘട്ടത്തിലൊക്കെ ഇസ്രായേലിന്റെ ഈ ഐഡോലേറ്ററിയെ ശേഷം നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് തിന്മയെ സമൂലമായിട്ട് നശിപ്പിക്കുക. ഇനി നന്മയെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഈ നോഹയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്തൊക്കെയാണെന്നറിയോ? 2 ടൈറ്റിലാണ്. സേദക്ക്, തമീം. സേദക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ്, തമീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ജസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് എന്നാണ്. അങ്ങനെ ആ ഒരു നന്മ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ കിടക്കുന്ന നന്മയെ, അല്ലെങ്കിൽ ഈ നോഹ എന്ന് പറയുന്ന നന്മയെ ഉയർത്തിക്കൊണ്ടുവരിക. ആ നന്മയിലൂടെയാണ് ഒരു പുതിയ ജനത്തെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റും. കാരണം അതിനകത്ത് തന്നെ ഈ ഒരു ആശയം തന്നെ കിടപ്പുണ്ട്. അപ്പൊ അവിടെയാണ് പുതിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആർക്കെന്ന് പറയുന്നത് പോലും, പെട്ടകം എന്ന് പറയുന്നത് പോലും അത് ഒരു പ്രതീകമാണ്.
ആ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ പെട്ടകം ആ തേബ എന്നുള്ള വാക്കാണ് ഹെബ്രായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അത് രണ്ട് സ്ഥലത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് മോശയിട്ട ആ പിന്നെ തൊട്ടിയുണ്ട്, കൊച്ചു മോശ കിടത്തിയ തൊട്ടിയില്, അതുപോലെ തന്നെ തേബ എന്നുള്ള വാക്ക് ആർക്ക്. അപ്പൊ ഒരു ജനതയെ, മോശ എന്ന് പറയുന്ന ജനത ഇസ്രായേലിനെ മുഴുവനെയും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഉള്ള ഒരു ജനതയാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിലൂടെ ഇസ്രായേൽ ജനതയുടെ പിന്നെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, നോഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പുതിയൊരു തലമുറയിലേക്കുള്ള പ്രവേശനം. ഇതാണ് ഇങ്ങനെയുള്ള ചില ബന്ധങ്ങള് വിശ്വാസപരമായ രീതിയിൽ ഇത് കാണുകയാണെങ്കിൽ മാത്രമേ ആ വചനഭാഗങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ. നമ്മള് ഇപ്പൊ ഈ 11 അധ്യായങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ചിലപ്പം ചിലരുടെ മനസ്സിലൊരു ധാരണയുണ്ട് ഈ 11 അധ്യായങ്ങൾ വലിയ ചരിത്ര വിവരണമാണെന്ന് വ്യാഖ്യാനിക്കുക കാണുന്ന ആളുകൾ. ചിലർ പറയും ഇത് മുഴുവൻ കഥയാണ്, അതുകൊണ്ട് ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട. യഥാർത്ഥത്തിൽ നമ്മൾ ഈ 11 അധ്യായങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്താണ്? യഹൂദ ദൈവവിശ്വാസത്തിന്റെയും ക്രൈസ്തവ ദൈവവിശ്വാസത്തിനൊക്കെ അടിത്തറ ഈ 11 അധ്യായങ്ങൾക്കുണ്ട്. ഈ 11 അധ്യായങ്ങളിലെ വിവരണത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ പഠിപ്പിക്കൽ വിശുദ്ധ ഗ്രന്ഥകർത്താവ് തരികയാണ്. ദൈവം ആരാണ്, ദൈവമനുഷ്യ ബന്ധം എന്താണ്, ദൈവം എങ്ങനെയാണ് മനുഷ്യകുലത്തിൽ ഇടപെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ദൈവവും സൃഷ്ടപ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ സൃഷ്ടപ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവതരണ ശൈലിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ 11 അധ്യായങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം. വെറുതെ കഥയാണെന്ന് പറഞ്ഞ് തള്ളാനുള്ളതല്ല, കഥകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. കഥകൾ എന്ന് പറയുന്നത് ഒരു ലിറ്റററി ശൈലിയാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സമരായന്റെ ഒരു ഉപമ ഈശോ മെനഞ്ഞെടുത്തതാണ്. അതെന്തിനു വേണ്ടിയാ? ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള വലിയ സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശോ മെനഞ്ഞൊരു ഉപമയാണ്. ധൂർത്തപുത്രന്റെ ഉപമ പിതാവായ ദൈവത്തിന്റെ സ്നേഹം അവതരിപ്പിക്കാൻ വേണ്ടി. അതുപോലെ പഴയ നിയമത്തിലെ ഈ 11 അധ്യായങ്ങൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ 11 അധ്യായങ്ങളിലെ ഓരോ വിവരണങ്ങളും ദൈവികമായ ചില സന്ദേശങ്ങള് വിശുദ്ധ ഗ്രന്ഥകർത്താവിന് കൈമാറി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഥകള് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മിത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക സന്ദേശം കൈമാറി തരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓരോ വിവരണത്തിലും ദൈവത്തെക്കുറിച്ചും ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചും ആ തലത്തിൽ നിന്ന് വേണം ഈ 11 അധ്യായങ്ങളെ നമ്മൾ വായിക്കാനും അതിന്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കാനും. പക്ഷെ അത് ചരിത്രത്തിലോട് ബന്ധപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് ചരിത്രം? ഇവരെ ഗ്രന്ഥകർത്താവ് എഴുതുന്ന ജീവിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തോട് ബന്ധപ്പെടുത്തിയും ആ കാലഘട്ടത്തെ സാഹിത്യ ശൈലിയോട് ബന്ധപ്പെടുത്തിയും ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ദൈവശാസ്ത്രത്തോട് രേഖപ്പെടുത്തിയുമാണ് ഈ ആദ്യ കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നത്. ഈ 11 അധ്യായങ്ങളെ ആണെങ്കിലും അത് മനസ്സിലാക്കേണ്ട, അതിന്റെ പൂർണ്ണത മനസ്സിലാക്കേണ്ട അവിടെ പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിലാണ് ഈ ദൈവിക വെളിപാടിന്റെ പൂർണ്ണത കാണുന്നത്, ഈശോ മിശിഹ. അതുകൊണ്ട് ബൈബിള് വായിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. രക്ഷാകര ചരിത്രത്തിന്റെ ഒരേ ഭാവമാണ്, അതിന്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് നോക്കി ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ പ്രത്യേക ദൈവത്തെ പോലും കാണാൻ സാധിക്കും. പ്രത്യേക ദൈവത്തെ അതിസാധാരണമായിട്ട് വെളിപ്പെടുത്തിയത് പുതിയ നിയമത്തിലാണ്. പക്ഷേ ഉൽപ്പത്തിയില് സൃഷ്ടാവായ ദൈവം, ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ രൂഹ, വചനം, ആ വചനം മാംസം ധരിച്ചാണ് ഈശോ മിശിഹ എന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നത്. വചനത്താലാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ രക്ഷാകര ചരിത്രത്തിന്റെ വിവരണം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോഴായിരിക്കും ഈ പഴയ നിയമത്തിലാണെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുത്തു, തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. നമുക്ക് ആ 1-ാമത്തെ അധ്യായം 1ഉം 2 വാക്യങ്ങളും മാത്രം എടുത്താൽ പോലും ഇസ്രായേലിന്റെ ചരിത്രം മുഴുവനും നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. 1-ാമത്തെ 1ഉം 2ഉം വാക്യങ്ങൾ ഒക്കെ നിങ്ങൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിന്റെ തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. 2-ാമത്തെ ഭാഗം 27 മുതലുള്ള അധ്യായങ്ങൾ 50 വരെയുള്ള അധ്യായങ്ങൾ അത് ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷനാണ്. ആ ഹിസ്റ്ററി, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, എങ്ങനെയാണ് ഇസ്രായേല് ഈജിപ്തിലേക്ക് പോയത്, ഇതിന്റെയൊക്കെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് അവിടെ കൊടുക്കുക. മറ്റേതെന്നതാണ് ഇസ്രായേൽ ഈ ബൈബിളിന്റെ മുഴുവന്റെയും തിയോളജിയാണ്, വിശുദ്ധത്തിന് മുഴുവൻ ദൈവശാസ്ത്രമാണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈബിള് നമുക്ക് യഥേഷ്ടം വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതാണ് ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എല്ലാം ചെല്ലുമ്പോഴത്തേക്കും ബേസ് ആയിട്ട് നിൽക്കുന്ന ദൈവശാസ്ത്രം എന്ന് പറയുന്നത്.
അല്ലാതെ വേറൊരു ദൈവശാസ്ത്രം നമുക്കില്ല കേട്ടോ. അപ്പൊ എല്ലാറ്റിനും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദൈവശാസ്ത്രത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മൾ പഴയ നിയമത്തിന്റെ ആദ്യ ഭാഗത്തിലെ ഉണ്ടാകാവുന്ന സംശയങ്ങളെ പറ്റിയിട്ടും ചോദ്യങ്ങൾ വളരെ മനോഹരമായിട്ട് അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് എന്നോണം ബൈബിളിനെ കുറിച്ചും അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ബേസ് ഹൈമാനൂസ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.